ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കിയാലോ. ഇത് ഞാൻ ഉണ്ടാക്കിയെടുത്തത് വെറും 20 മിനിറ്റ് കൊണ്ടാണ്. ഒരേ ഒരു പാത്രം മാത്രം മതി ഇത് ഉണ്ടാക്കാൻ. കേക്ക് ഉണ്ടാക്കാൻ എടുക്കുന്ന പാത്രത്തിലേക്ക് എല്ലാ ഭാഗത്തേക്കും ഓയിൽ തേക്കുന്നുണ്ട്. അതിലേക്ക് 2 മുട്ട, അരക്കപ്പ് പാലെടുത്ത അതേ അളവിൽ തന്നെ സൺഫ്ലവർ ഓയിലും എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വാനില എസൻസ് ഇട്ട് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് പഞ്ചസാര പൊടിച്ചത് ഇട്ട് കൊടുക്കാം. പഞ്ചസാര അത്യാവശ്യം കൂടുതൽ തന്നെ ഇടാം. ഏലക്കാപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ചെറുതായിട്ട് മുട്ടേൻ്റെ ഒരു സ്മെല്ലുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് വാനില എസൻസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വാനില എസൻസ് മാത്രം മതിയാവും. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. പഞ്ചസാര മിക്സ് ചെയ്ത് ചേർക്കുന്നത് കൊണ്ട് അധികം മിക്സ് ചെയ്യേണ്ടി വരുന്നില്ല. ഇനി ഇതിലേക്ക് അരിച്ചു വെച്ച പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. എങ്കിൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ കഴിയുകയുള്ളൂ. ഇതിൽ മൈദ ഒരു കപ്പ് ഇട്ട് കൊടുക്കാം. കൊക്കോ പൗഡർ 1/4 കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂണും ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂണും ഇട്ട് കൊടുക്കണം. ഇതും ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇത് മിക്സ് ചെയ്യുക. ഈ ഒരു ഇതിൽ വേണം കേട്ടോ നമ്മളെ മാവ് ഉണ്ടാവേണ്ടത്. ഇനി ഇതിൻ്റെ സൈഡിലുള്ള പൊടിയൊക്കെ നമുക്ക് മാവിലേക്ക് മിക്സ് ആക്കാം. ഞാനെല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിലാക്കിയിട്ട് വെക്കാം. ഇത് സ്റ്റൗവിൽ വെക്കുന്നതിന് മുമ്പ് ഒന്ന് തട്ടി കൊടുക്കണം. അളവിനനുസരിച്ചിട്ട് വേവുന്ന സമയവും മാറും. എൻ്റെതൊരു 15 മിനിറ്റ് കൊണ്ട് തന്നെ കുക്കായിട്ടുണ്ടായിരുന്നു. 15 മിനിറ്റിന് ശേഷം ഞാൻ സ്റ്റൗ ഓഫാക്കിയിട്ടുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ തുറക്കാൻ പാടില്ല. ഒരു 2 മിനിറ്റിന് ശേഷം മാത്രം ഇത് തുറന്നാൽ മതി. ഒരു 5 മിനിറ്റിന് ശേഷം ഞാൻ ഈ കേക്ക് വേറൊരു പാത്രത്തിലേക്ക് തട്ടി കൊടുക്കുന്നുണ്ട്. ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഞാൻ ഇതിലേക്കൊരു ചോക്ലേറ്റ് സോസ് ഉണ്ടാക്കുന്നുണ്ട്. അതിനായിട്ട് പഞ്ചസാര പൊടിച്ചതും കൊക്കോ പൗഡറും കുറച്ച് പാല് ബാച്ചായിട്ട് ഒഴിച്ച് ഒരു സോസ് ഉണ്ടാക്കിയെടുക്കാം. ഇത് കുറച്ച് നേരം സ്റ്റൗവിൽ വെച്ചാൽ നല്ല ടൈറ്റായിട്ട് വരും. എൻ്റെത് അത്ര ടൈറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കുറച്ച് പാലധികം എടുത്തുപോയി. കണ്ടില്ല, ഇതിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ടൈറ്റായിട്ട് വന്നിട്ടുണ്ട്. കേക്ക് ഒരു ഫോർക്ക് കൊണ്ട് കുത്തി കൊടുക്കാം. ഇളം ചൂടുള്ള പാലിൽ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് മിക്സ് ആക്കിയിട്ട് ഇതിലൊഴിച്ച് കൊടുക്കാം. നമ്മൾ ഉണ്ടാക്കിയ ചോക്ലേറ്റ് സോസ് ഇതിൻ്റെ മേലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇത് കുറച്ച് ടൈറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒലിച്ച് വരില്ലായിരുന്നു. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ടൈറ്റിൽ ഉണ്ടാക്കുക. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഹോട്ട് ചോക്ലേറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ചൂടോടെ കഴിക്കുക. നട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൻ്റെ മേലെ വെച്ച് കൊടുത്ത് നമുക്കിത് ഭംഗിയാക്കാം. ഇത്രയും ടേസ്റ്റ് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ഇത് അത്രക്കും സോഫ്റ്റാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ, അടിപൊളിയാണ്. നമുക്ക് വേറൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.